Hi friends, welcome back to my YouTube channel. This is the Navy Actaman. Herald of Free Enterprises കപ്പൽ റോറോ ഫെറി മാർച്ച് 1987 മുങ്ങിപ്പോയ ഒരു കപ്പലാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കേസ് സ്റ്റഡി നടത്തിയത് ഒരു ആനിമേഷൻ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ആ കപ്പൽ മുങ്ങിയതിൻ്റെ മെയിൻ റീസൺ നമുക്ക് ആ വീഡിയോയിലൂടെ മനസ്സിലാവും. പ്ലസ് ഞാൻ നിങ്ങൾക്ക് അതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു. അപ്പോൾ ഇത് സംഭവിച്ചത് മാർച്ച് 6, 1987 ഹെറാൾഡ് ഓഫ് ഫ്രീ എന്റർപ്രൈസസ്, പോർട്ട് സിബ്രുജി, ബെൽജിയം. ഇത് മെയിനായിട്ട് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബോട്ട്സ്മാന് അസിസ്റ്റൻറ്റ് ബോസൻ ഉണ്ടാവും നമ്മളെല്ലാ ഷിപ്പിലും ഉള്ള ദ ബോസൻ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ ബാക്കിലത്തെ ബൗഡോർ ക്ലോസ് ചെയ്യാൻ മറന്നുപോയി. ബൗഡോർ എന്ന് പറയുമ്പോൾ ഈ വണ്ടിയൊക്കെ കയറ്റാൻ വേണ്ടി അതിൻ്റെ ഒരു മെയിൻ ഡോർ ബാക്കിലുള്ളതാണ്. അപ്പോൾ ആ ബൗഡോർ കറക്റ്റിന് ക്ലോസ് ചെയ്തില്ലായിരുന്നു. ഇതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ച് ആ ഡോറ് തുറന്നിരുന്നു. അതുമല്ല ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് ക്യാപ്റ്റന് കാണാൻ പറ്റത്തില്ലായിരുന്നു, ഡോർ അടച്ചോ ഇല്ലായിരുന്നു. അപ്പോഴേ പോർട്ടിൽ തന്നെ ഇത് വെള്ളം കയറാൻ സമയം സ്റ്റാർട്ടായിരുന്നായിരുന്നു. കുറച്ച് പോയപ്പോഴത്തേക്ക് തന്നെ വെള്ളം ബില്ലായിട്ട് മെല്ലെ മെല്ലെ ക്യാപ്സൈസ് ആവാൻ തുടങ്ങി. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഉത്തരവാദി ക്രൂവും ഷിപ്പിംഗ് കമ്പനിയാണ് മെയിൻ ഉത്തരവാദികൾ. എന്താണെന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനി എങ്ങനെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പിൻ്റെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ഇല്ല, ബൾക്കഡുകൾ ഇല്ല. അതുകൊണ്ട് ബൾക്കഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത കമ്പാർട്ട്മെൻറ്റിലോട്ട് വെള്ളം പോകാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു വാൾ പോലത്തെ ഒരു കൺസ്ട്രക്ഷൻ ഉള്ളത്. അതുകൊണ്ടാണ് മെയിൻ. പിന്നെ ഈ ഒറ്റൊരു നെഗ്ലിജൻസ്, ഹ്യൂമൻ നെഗ്ലിജൻസിന് കാരണമാണ് ഈ ഷിപ്പ് മുങ്ങേണ്ട മെയിൻ കാരണം ഉണ്ടായിരുന്നു. ഒരു കൊച്ചൊരു നെഗ്ലിജൻസ് അല്ലേ, ഒരു ഡോറ് ലോക്ക് ചെയ്യാൻ മറന്നു പോയതുകൊണ്ട് ഇത്രയും വലിയൊരു ഫെറി ക്യാപ്സൈസായി. നമ്മൾ ആർക്കുള്ള ഹ്യൂമൻ നെഗ്ലിജൻസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ കപ്പലിൽ ജോലി ചെയ്യുന്നവർ ആരായാലും ശരി തന്നെ എപ്പോഴായാലും സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴായാലും നമ്മൾ അലേർട്ടായിരിക്കണം. ഏതൊരു കാര്യത്തിലായാലും നമുക്കുള്ള ഒരു റെസ്പോൺസിബിൾ ടാസ്ക് ഉണ്ടെങ്കിൽ അതിലോട്ട് അലേർട്ടായിരിക്കണം. ചെക്സുകളൊക്കെ പ്രോപ്പർലി നടത്തിയിരിക്കണം. എന്നാലേ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ക്രൂ ആണോ പാസഞ്ചറും ക്രൂവിനെയും കൊണ്ടുപോകുന്ന ഒരു ഷിപ്പാണെങ്കിൽ അവരെല്ലാവർക്കുള്ള സേഫ്റ്റി എടുക്കേണ്ട കാര്യം നമുക്കുള്ളതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും വീഡിയോസ് ഇതാണ് വീഡിയോസ് കാണണമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.